ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. 41 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ ആ സങ്കീർത്തനം തുടങ്ങുന്നത് എങ്ങനെയാണ്? എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്കറിയാം, ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പെട്ടെന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഒന്ന് ആശ്വാസം തരുന്ന വചനങ്ങളാണ്. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് കാവ്യപുസ്തകമാണ്. അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ പുരാതന ഇസ്രായേലിൻ്റെ നടത്തം, അവർ കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ ദിനരാത്രങ്ങളിൽ അവിടെ പ്രയാസങ്ങളിൽ ആശ്വാസം വയ്ക്കുന്ന വചനങ്ങളാണ്. അത് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന വചനങ്ങളാണ്. അതായത് ജോലി ചെയ്യുമ്പോൾ വലിയ വലിയ കയറ്റങ്ങൾ, മലകൾ കയറുമ്പോഴൊക്കെ ആരോഹണ ഗീതങ്ങളായിട്ടൊക്കെ ഈ സങ്കീർത്തനങ്ങളാണ് ആശ്വാസം പോലെ. രോഗത്തിലായിരിക്കുമ്പോൾ, വിഷമത്തിലായിരിക്കുമ്പോൾ, സന്തോഷത്തിലായിരിക്കും ഒക്കെ എപ്പോഴും ഉരുവിടുവാൻ തക്കവണ്ണം ഉള്ള പ്രാർത്ഥനയുടെ ചെറിയ ചെറിയ വചനങ്ങളായിട്ട് നമുക്ക് ഈ സങ്കീർത്തനങ്ങളെ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ടാണ് അവിടെ കർത്താവ് ചെലവഴിച്ചത്. കുരിശിൽ സങ്കീർത്തനങ്ങളാണ് ഉരുവിട്ടത്. അതുകൊണ്ട് ഈ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നതൊക്കെ നമുക്ക് എപ്പോഴും ആശ്വാസം പകരുന്നതാണ്. രാത്രിയിൽ കിടക്കാൻ പോകുമ്പോഴായാലും എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഈ വചനങ്ങളെ നമുക്ക് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ അനുഗ്രഹപ്രദമാണ്. ഇവിടെ 41 സങ്കീർത്തനത്തിൽ പറയുകയാണ്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്, എളിയവനെ. കാരണം ദാവീദിൻ്റെ ജീവിതത്തിലാണ് ദാവീദ് ഒരു ആട്ടിടയനായിട്ട് വന്ന് ദൈവം അവനെ സംരക്ഷിച്ച് ഒരു ഇസ്രായേൽ രാജാവായവരാണ്. അതുകൊണ്ട് ഒരിക്കലും ദാവീദ് തൻ്റെ നിലവിട്ട് എളിയവരെയൊക്കെ കരുതിയ ഒരാളാണ് ഈ ദാവീദ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഈ എളിയവനെ ആദരിക്കുമ്പോൾ കിട്ടുന്ന 7 അനുഗ്രഹങ്ങളാണ് പറയുന്നത്. അതായത് അനർത്ഥ ദിവസത്തിൽ ദൈവം അവനെ വിടുവിക്കും. അതായത് എളിയവനെ എളിയവനെ, അതായത് ഈ ലോകത്തിൽ ദളിതരായിട്ടുള്ളവർ, പീഡിതരായിട്ടുള്ളവരൊക്കെ സാധാരണ നിലയിൽ സമൂഹം പുച്ഛിച്ച് നിന്ദിക്കപ്പെട്ടവരാണ്. എന്നാൽ അവരെ ഒന്ന് ആദരിക്കുമ്പോൾ, അവരെ ആശ്വസിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അവിടെ പറയുകയാണ്. അനർത്ഥ ദിവസത്തിൽ ദൈവം നമ്മെ വിടുവിക്കും. രണ്ടാമത് പറയുകയാണ്, നമ്മെ സംരക്ഷിക്കും, ജീവനോടെ പാലിക്കും. ഏത് പ്രയാസങ്ങളും, ഒരു തരുവണക്കുമ്പോഴായാലും ഏത് ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായ രോഗങ്ങൾ വരട്ടെ, അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കും ദൈവം തമ്പുരാൻ. പിന്നെ പറയുകയാണ്, ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. ഏത് കാര്യങ്ങൾ ചെയ്താലും അനുഗ്രഹിക്കപ്പെടുന്നവരെന്നുമ്പോൾ നമ്മൾ ഏത് ജോലി ചെയ്തിട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഏത് സംരംഭങ്ങൾ തുടങ്ങി അവിടെ ഒക്കെയും എളിയവനെ ആദരിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ ആദരിക്കുന്നതിന് തുല്യമാണ്. അപ്പം നമ്മൾ അവിടെ ഭാഗ്യവാനാകും. പിന്നെ പറയുകയാണ്, ശത്രുക്കളുടെ ഇഷ്ടത്തിന് നമ്മൾ ഏൽപ്പിക്കുകയില്ല. നാലാമത് പറയുകയാണ്, ശത്രുക്കളുടെ ഇഷ്ടത്തിന് നമുക്ക് നമ്മുടെ നന്മയിൽ, നമ്മുടെ സന്തോഷത്തിൽ, നമുക്ക് സമൃദ്ധിയിൽ ഒക്കെ ആൾക്കാർ പലതും പറയുമ്പോൾ, ആ ശത്രുക്കളൊക്കെ അസൂയപ്പെടുമ്പോൾ, എങ്ങനെയും നമ്മളെ ചതിക്കുവാൻ ഉദ്ദേശിക്കുമ്പോൾ, ആ എളിവനെ ആദരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവമാണ്. അപ്പോൾ നമ്മൾ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നമ്മളെ ദൈവം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുകയാണ്. പിന്നെ പറയുകയാണ്, രോഗശയ്യയിൽ താങ്ങും. നീ എളിവനെ ആദരിച്ചാൽ, എളിവനെ സന്തോഷിപ്പിച്ചാൽ, അവന് എന്തൊരു സഹായം ചെയ്യുമ്പോൾ നിൻ്റെ രോഗശൈലി, ഏത് കഠിന രോഗമായിക്കോട്ടെ, ആ രോഗത്തിന് സൗഖ്യം തരും, അല്ലെങ്കിൽ വേദനകൾക്ക് ശമനം തരുന്ന ഒരു ദൈവം അവിടെ കാണിച്ചു തരികയാണ്. പിന്നെ പറയുകയാണ്, നിൻ്റെ കിടക്ക മാറ്റിവിരിക്കുന്ന ഒരു ദൈവം. നിൻ്റെ ഏത് ആയിക്കോട്ടെ, ഇന്ന് നിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്നതായിരിക്കാം, അവഹേളനം കൊണ്ട് ആയിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചതിയിൽപ്പെട്ടതായിരിക്കാം. നിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസത്തിലും ഏത് സാഹചര്യമായിരിക്കും, ആ സാഹചര്യത്തിൽ നിന്ന് നിൻ്റെ കിടക്കയെ മാറ്റിവരിക്കുക, നിൻ്റെ സാഹചര്യത്തെ മാറ്റുവാൻ ദൈവം തമ്പുരാന് കഴിയും എളിയവനെ ആദരിക്കുമ്പോൾ. എളിയവനെ ആദരിക്കുക എന്നതാണ് കർത്താവ് പറയുന്നത്. ഈ ചെറിയവനിൽ ഒരുത്തന് നീ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല. അതിന് പറയുകയാണ്, ഈ ചെറിയവൻ ഒരുത്തൻ സഹായിച്ചത് എന്നെ സഹായിച്ചതാണ്. അതുകൊണ്ട് എളിയവനെ ആദരിക്കുക എന്ന് പറയുമ്പം ദൈവത്തെ ആരാധിക്കുന്നതിനാൽ ദൈവത്തെ കാണുന്നതിന് തുല്യമാണ്. ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ എളിയവനെ ആദരിക്കുമ്പോൾ അത് ഒരു ചെറിയൊരു പുഞ്ചിരിയാകാം.
നല്ലൊരു സംസാരമാകാം, നല്ലൊരു സഹായമാകാം. ആ സഹായം അഭ്യർത്ഥിച്ച് വരും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ദളിതരും പീഡിതരുമായൊക്കെ ആൾക്കാരെ നമുക്ക് ചേർത്ത് നിർത്തുവാൻ കഴിയണം. ദൈവം തമ്പുരാൻ അവിടെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ഈ 7 അനുഗ്രഹങ്ങൾ നമ്മളെ സംരക്ഷിക്കും, രോഗശേഷി താങ്ങും, നമ്മളെ അനുഗ്രഹിക്കും, നമ്മുടെ ശത്രുവിന് നമ്മളെ ഏൽപ്പിക്കുകയില്ല. അങ്ങനെ 7 അനുഗ്രഹത്തിൻ്റെ ആ അനുഗ്രഹങ്ങളുടെ കലവറയായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ചുറ്റുപാടും ഉള്ളവരെ, വേദനിക്കുന്നവരെ, വിഷമിക്കുന്നവരൊക്കെ ചേർത്ത് നിൽക്കുവാൻ തക്കവണ്ണം ഒരു ചെറുപുഞ്ചിരി, ഒരു നല്ലൊരു സംസാരം, അതിലൂടെ അവർക്ക് ഒരു ആശ്വാസം കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.